ഹലോ, നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ ഇന്ന്. അതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. പിന്നെ 1 സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അരമണിക്കൂർ നമുക്ക് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കാം, എയറൊന്നും കിടക്കാത്ത രീതിയിൽ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. പൊടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിസ്സ റെഡിയാക്കാം. ഈ പിസ്സക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് ഒലീവ്സ്. അപ്പോൾ നമുക്ക് ഇനി ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു ഓവൻ്റെ ട്രേ എടുത്തിട്ട് ഇതിലേക്ക് അലൂമിനിയം ഫോയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച പൊടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാത്തിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചെഡർ ചീസും മൊസറല്ല ചീസും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് പിസ്സയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ചീസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്കിതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പിസ്സ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.